ഹായ് വ്യൂവേഴ്സ്, ഐ എം ജനുജി. അപ്പം നമ്മൾ ഇംഗ്ലീഷിലെ 24 പദങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ഇംഗ്ലീഷ് ഇസ് എ ഗെയിം വിത്ത് 24 വേർഡ്സ്. ആ 24 പദങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി. ഇനി നമ്മൾ ഓരോ പദങ്ങളായിട്ട് പഠിച്ചു പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പദം am ആം എന്നുള്ള ഒറ്റ പദമാണ്. അപ്പം നിങ്ങൾക്കറിയാം, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഈസ്, ആം, ആർ 3 പദങ്ങളുണ്ട്. ആ 3 പദങ്ങൾക്കും ഒറ്റ അർത്ഥമാണ് ആകുന്നു അല്ലെങ്കിൽ ആണ് എന്ന് പറയുന്നത്. ഇനി നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോവുകയാണ്. ഇൻ്റർവ്യൂവിന് ആദ്യത്തെ ചോദ്യം തന്നെ നമുക്ക് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്, താങ്കളെക്കുറിച്ച് പറയൂ എന്നാണ്. അതായത് സെൽഫ് ഇൻട്രൊഡക്ഷൻ, സ്വയം പരിചയപ്പെടുത്തലാണ്. ആ സന്ദർഭത്തിൽ നമുക്ക് വേണ്ട പദമാണ് am ആം എന്നുള്ളത്. അവിടെ മാത്രമല്ല, ചിലപ്പോൾ ഒരു സോഷ്യൽ ഫങ്ഷൻ നടക്കുകയാണെന്ന് വെച്ചോളൂ, ചിലപ്പം വേദികളിൽ കയറി ചെന്ന് നമ്മൾ സ്വയം പരിചയപ്പെടുത്തേണ്ടി വരും. അപ്പോഴും ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷിൽ am ആം എന്ന പദമാണ്. അത് മാത്രമല്ല, ഒരു ക്ലാസ്സിൽ നിന്ന് അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോഷനൊക്കെ കിട്ടി ഫസ്റ്റ് ഡേയിൽ ടീച്ചേഴ്സ് പറയും ഓരോരുത്തർ പരിചയപ്പെടുത്തൂ എന്ന് പറയും. അത് ഇംഗ്ലീഷിൽ പരിചയപ്പെടുത്തണമെങ്കിലും ഈ പദം വേണം. ഇനി നിങ്ങൾ പുതിയൊരാളായിട്ട് പരിചയപ്പെടുമ്പോഴും ഈ പദം വേണം. ഇങ്ങനെ അനേക സന്ദർഭങ്ങളിൽ സ്വയം പരിചയപ്പെടുത്താൻ, അതായത് സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്താൻ വേണ്ട ഒരു പദമാണ് am ആം. ഈ ആം എന്ന പദത്തിനൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് ഐ എന്നൊരു പദം വരണം. എപ്പോഴും ആമിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു പദമാണ് ഐ എന്നുള്ളത്. അപ്പോൾ ഇംഗ്ലീഷിൽ നിങ്ങൾക്കറിയാം, സ്മോൾ ലെറ്റേഴ്സും ഉണ്ട്, ക്യാപിറ്റൽ ലെറ്റേഴ്സും, ചെറിയ അക്ഷരവും വലിയ അക്ഷരവും ഉണ്ട്. ഒരു വര ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു കുത്തിട്ടാൽ അത് ഐ എന്ന ചെറിയ അക്ഷരമാണ്. എന്നാൽ കുത്തിടാതെ ഒരു വര വരച്ചു കഴിഞ്ഞാൽ അത് ഐ എന്നുള്ള ക്യാപിറ്റൽ ലെറ്ററാണ്. അതിനൊരർത്ഥമുണ്ട് ഞാൻ. ഐ മീൻസ് ഞാൻ എന്നാണ് അർത്ഥം. അപ്പം ഐ കഴിഞ്ഞിട്ട് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പദമാണ് ആം. ആം എവിടെയുണ്ടോ അതിൻ്റെ തൊട്ട് മുമ്പിൽ ഐ ചേർന്ന് വരും. ഐയുടെ കൂടെ മാത്രം ഉപയോഗിക്കുന്ന പദമാണ് ആം. അപ്പം അയാം അത് നമ്മൾ എഴുതുമ്പം ഐ ആം എന്നാണ് എഴുതുമ്പം, സംസാരിക്കുമ്പം അയം ചുരുങ്ങും, അയം. അതിൻ്റെ അർത്ഥം ഞാനാണ്, ഞാനാകുന്നു എന്നാണ്. ഇനി നമ്മൾ എന്താണ് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനിൽ പറയാം? നമ്മുടെ പേര് പറയണം, നമ്മുടെ തൊഴിൽ പറയണം, നമ്മൾ എവിടുത്തുകാരനാണ്, അതായത് നമ്മൾ എവിടെ ജനിച്ചു വളർന്നു എന്ന് പറയണം, അതുപോലെ നമ്മുടെ വിവാഹം കഴിച്ചതാണോ അല്ലയോ എന്ന് പറയണം. ഇതൊക്കെയാണ് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനിൽ പറയുക, ഏറ്റവും ചുരുക്കി പറയാം. അപ്പം നമുക്കിന്നൊരു 4 പദങ്ങൾ, നമ്മളെക്കുറിച്ചൊരു 4 സെൻറ്റൻസ്, 4 വാക്യങ്ങൾ, പദങ്ങളല്ല 4 വാക്യങ്ങൾ എങ്ങനെ പറയാമെന്ന് നോക്കാം. ആദ്യം നമ്മുടെ പേരാണ്, എളുപ്പമാണ്. നമ്മൾ 2 പദം പഠിച്ചു കഴിഞ്ഞു, ഐ ആം. അത് കഴിഞ്ഞ് നമ്മുടെ പേര് പറഞ്ഞാൽ മതി. ഇപ്പം പേര് സാബു ആണെങ്കിൽ ഐ എം സാബു, ജലീലാണെങ്കിൽ ഐ എം ജലീൽ, നസീമയാണെങ്കിൽ ഐ എം നസീമ, ഇനി റീനയാണെങ്കിൽ ഐ എം റീന. അപ്പം പേര് പറയാൻ പഠിച്ചു. അപ്പം നമ്മൾ ഒരു കാര്യം എഴുതാം, ഒരു കാര്യം ചെയ്യാം. എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു പുസ്തകവും ഒരു പേന ഉണ്ടായിരിക്കും, നല്ലതാണ്. നമ്മളെക്കുറിച്ച് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ അവിടെ നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഒരൊറ്റ സെൻറ്റൻസ് അവിടെ എഴുതി വെക്കുക, ഐ ആം, അത് കഴിഞ്ഞ് നിങ്ങളുടെ പേര്. അപ്പോൾ ഇവിടെ സാബു പറഞ്ഞത് ഐ എം സാബു. ഇനി തൊട്ടടുത്തുള്ളത് നമ്മുടെ തൊഴിലാണ്. അപ്പോൾ തൊഴിൽ പറയുമ്പോഴും ഐ ആം, അത് കഴിഞ്ഞ് തൊഴിൽ. ഇപ്പോൾ സാബു ഒരു ഡ്രൈവറാണ്, അപ്പോൾ സാബു പറയുന്നത് ഐ എം എ ഡ്രൈവർ. ഒരു ഡോക്ടർ ആയിരുന്നെങ്കിൽ അയാൾ പറയുക ഐ എം എ ഡോക്ടർ. നേഴ്സാണെങ്കിൽ ഐ എം എ നേഴ്സ്. ഒരു അധ്യാപകനാണെങ്കിൽ ഐ എം എ ടീച്ചർ. ഒരു വിദ്യാർത്ഥി പറയും ഐ എം എ സ്റ്റുഡൻറ്റ്. ഇങ്ങനെ പറഞ്ഞു പോകാൻ പറ്റും. അപ്പോൾ സാധാരണ തൊഴിലുകൾ, ഇപ്പം നിങ്ങൾക്കിപ്പോൾ 2 സെൻറ്റൻസ് എഴുതാം. നിങ്ങളുടെ പേരെഴുതാം, അത് കഴിഞ്ഞിട്ട് തൊഴിലെഴുതാം. അപ്പോൾ 2 സെൻറ്റൻസായി. ഈ ചിലപ്പോൾ ഒരു കട നടത്തുന്ന ആളാണെങ്കിൽ അയാൾ പറയും ഐ എം എ ഷോപ്പ് കീപ്പർ. കടയുടമയാണ് അയാൾ, ഐ എം എ ഷോപ്പ് കീപ്പർ. എന്നാൽ കടയിൽ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കാൻ വേണ്ടി, സഹായിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളാണെങ്കിൽ അയാൾ പറയാം. പണ്ട് സെയിൽസ്മാൻ, സെയിൽസ് വുമൺ, സെയിൽസ് ഗേൾ എന്നൊക്കെയുള്ള വാക്കുണ്ടായിരുന്നു. ഇന്നൊറ്റ പദമുണ്ട്, ഷോപ്പ് അസിസ്റ്റൻറ്റ്. ഐ എം എ ഷോപ്പ് ഈ പദങ്ങൾക്കെല്ലാം കൂടി ഒറ്റ പദം, ഐ എം എ ഷോപ്പ് അസിസ്റ്റൻറ്റ്. ഇനി ചില സമയത്ത് നിങ്ങൾ കേട്ട് കാണും വീട്ടമ്മ എന്നൊരു പ്രയോഗം. പണ്ട് ഹൗസ് വൈഫ് എന്നൊരു പദപ്രയോഗം ഉണ്ടായിരുന്നു. അതായത് പുറത്ത് ജോലിക്കൊന്നും പോകാതെ വീട്ടിലെ കുട്ടികളെയൊക്കെ നോക്കി വീട്ടിലെ ജോലികളൊക്കെ നോക്കി നിൽക്കുന്ന അമ്മമാരെയാണ്
ഹൗസ് വൈഫ് എന്ന് വിളിച്ചിരുന്നത്. അതുപോലെ ചില രാജ്യങ്ങൾ, തായ്വാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഭർത്താക്കന്മാരായിരിക്കും വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത്, ഭാര്യമാരായിരിക്കും ജോലിക്ക് പുറത്തു പോകുന്നത്. അപ്പോൾ അവരെ ഹൗസ് ഹസ്ബൻഡ് എന്നാണ് ആ ഭർത്താക്കന്മാരെ വിളിച്ചിരുന്നത്. ഈ രണ്ടിനും കൂടിയുള്ള ഒറ്റ പദമാണ് ഹോം മേക്കർ എന്ന് പറയുന്നത്. ഹൗസ് മേക്കർ അല്ല, വീടുണ്ടാക്കി കൊടുക്കുന്ന ആളല്ല, ഹോം മേക്കർ എന്നാണ് പറയുക. അപ്പോൾ ഹോം മേക്കർ എന്ന് പറഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത് ഭാര്യയാവാം അല്ലെങ്കിൽ ഭർത്താവായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളതിന് ഹോം മേക്കർ എന്ന പദം പ്രയോഗിക്കാം. അതുപോലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ അയാൾക്ക് പറയാം, പണ്ട് പോലീസ്മാൻ, പോലീസ് വുമൺ, പോലീസുകാരൻ, പോലീസുകാരി എന്ന അർത്ഥത്തിൽ 2 പദങ്ങളുണ്ടായിരുന്നു. ഇന്ന് പോലീസ് ഓഫീസർ, പോലീസ് എന്നാണ്, പോലീസ് അല്ല, നമ്മൾ മലയാളീകരിച്ചതാണ്, പോലീസ് ഓഫീസർ. അപ്പോൾ അത് പോലീസുകാരൻ, പോലീസുകാരി എന്നതിന് പകരമാണ് ഐ എം എ പോലീസ് ഓഫീസർ. ഇനി ഒരു പട്ടാളക്കാരനാണെങ്കിൽ പറയാം ഐ എം എ സോൾജിയർ. അപ്പോൾ ഇപ്പം നമ്മൾ സാധാരണ നമ്മുടെ ഇതിൽ വരുന്ന കുറേ പദങ്ങൾ പഠിച്ചു. അതുപോലെ ഒരു തൊഴിലാളിയാണെങ്കിൽ അയാൾക്ക് പറയാം ഐ എം എ വർക്കർ. തൊഴിലാളി എന്ന അർത്ഥത്തിൽ വർക്കർ എന്ന് ഉപയോഗിക്കാം, ഐ എം എ വർക്കർ. പണ്ട് കൂലി എന്നൊരു പ്രയോഗം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാർ ഒരല്പം പുച്ഛത്തോടു കൂടി, പ്രത്യേകിച്ച് നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെയുള്ള പോർട്ടർമാരെയൊക്കെ വിളിച്ചിരുന്നാണ് കൂലി എന്നുള്ളത്. ഒരല്പം പരിഹാസം അതിലുണ്ട്. നമ്മുടെ നോവലിസ്റ്റ് മുൽഖ് രാജ് ആനന്ദ്, അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയുടെ പേര് തന്നെ കൂലി എന്നാണ്. പക്ഷേ ഇന്ന് ആ പദം അത്ര സാർവത്രികമല്ല, അങ്ങനെ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് വർക്കർ എന്ന പദം നല്ലൊരു പദമാണ്. ഏത് ജോലിയിൽ ഏർപ്പെട്ട ഒരാളെയും വർക്കർ എന്ന് പറയാം. ഇപ്പം പെയിൻറ്റ് ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് പറയാം ഐ എം എ പെയിൻറ്റ് വർക്കർ, ഐ എം എ പെയിൻറ്റ് വർക്കർ. പെയിൻറ്റർ എന്ന വാക്കുണ്ട്, പക്ഷേ അതിന് മറ്റ് ചില അർത്ഥങ്ങളും കൂടി ഉള്ളതുകൊണ്ട് കൺഫ്യൂഷൻ വരാതിരിക്കാൻ ഐ എം എ പെയിൻറ്റ് വർക്കർ. അപ്പം ഇങ്ങനെ നമ്മുടെ തൊഴിലായി. അപ്പം ഇപ്പം 3 കാര്യങ്ങൾ സാബു പറഞ്ഞു. 2 ഐ എം സാബു, ഐ എം എ ഡ്രൈവർ. ഇനി നിങ്ങൾ എവിടുത്തുകാരനാണെന്ന് പറയണം. സാധാരണ നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലം, ഞാൻ ഇന്ന നാട്ടുകാരനാണ് എന്നൊക്കെയാണ് പറയുക. അപ്പോൾ നിങ്ങളൊരു ജില്ലയ്ക്കുള്ളിൽ ഒരു എക്സാക്ട് പ്ലേസിലായിരിക്കും, അതാണ് പറയേണ്ടത്. ഇപ്പം വയനാട് ജില്ലയിൽ ചുണ്ടേൽ എന്ന സ്ഥലത്താണ് സാബു ഉള്ളത്. അപ്പോൾ സാബു പറയുന്നത് ഐ ആം ഫ്രം ചുണ്ടേൽ, ഐ ആം ഫ്രം ചുണ്ടേൽ. അപ്പോൾ അവിടെ ഐ ആം കഴിഞ്ഞിട്ട് ഒരു FROM ഫ്രം കൂടി ചേർക്കുക, എവിടെ നിന്നുള്ള ആളാണെന്ന് പറയാൻ. അതാണ് കുറേ പ്രയോഗമുണ്ട്, പക്ഷേ ഇംഗ്ലീഷുകാർ ഉപയോഗിക്കുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു പ്രയോഗമാണ് ഐ ആം ഫ്രം. അപ്പം ഐ ആം ഫ്രം ചുണ്ടേൽ മീൻസ് ഞാൻ ചുണ്ടേൽ എന്ന ആ പ്രദേശത്തുകാരനാണ്. ഇപ്പം കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി ആണെങ്കിൽ സ്വാഭാവികമായിട്ട് പറയാം ഐ ആം ഫ്രം തലശ്ശേരി. ഇപ്പം തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂടിലുള്ള ഒരാൾ പറയും ഐ ആം ഫ്രം വെഞ്ഞാറമൂട്. അപ്പം ജില്ലയ്ക്കുള്ളിലെ എക്സാക്റ്റ് പ്ലേസ്, ജനിച്ചു വളർന്ന സ്ഥലമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഞാൻ ഇന്ന നാട്ടുകാരനാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതേസമയം ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ആ ജില്ല വിട്ട് വേറൊരു ജില്ലയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ ജില്ലയുടെ പേരാണ് പറയുക. കാരണം ഇവിടുത്തെ ഈ സ്ഥലമൊന്നും അവിടെയുള്ളവർക്ക് പരിചയം ഉണ്ടാവില്ല, ജില്ല പരിചയം ഉണ്ടാവും. അപ്പം വയനാട്ടുകാരനായ ഒരാൾ കോഴിക്കോട് ജില്ലയിൽ ചെന്നാൽ പറയും ഐ ആം ഫ്രം വയനാട്. കോഴിക്കോട് ജില്ലക്കാരൻ കണ്ണൂർ എന്നാൽ പറയും ഐ ആം ഫ്രം കോഴിക്കോട്. കണ്ണൂർ ജില്ലക്കാരൻ തിരുവനന്തപുരത്തെത്തി അവിടെ ചെന്നാൽ പറയുന്നത് ഐ ആം ഫ്രം കണ്ണൂർ എന്നാണ്. അപ്പം അവിടെ അങ്ങനെ മാറ്റം വരും. ഇനി ഈ സംസ്ഥാനം തന്നെ വിട്ടുപോവാണ്. ഈ സംസ്ഥാനം വിട്ട് വേറൊരു സംസ്ഥാനത്ത് ചെല്ലുമ്പോൾ നമ്മൾ ഏത് സംസ്ഥാനത്തു നിന്നാണോ വരുന്ന ആ പേരാ പറയാം. അപ്പം കേരളക്കാരൻ തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ പറയുന്നത് ഐ ആം ഫ്രം കേരള എന്നാണ്. തമിഴ്നാട്ടുകാർ ഇവിടെ വന്നാൽ പറയും ഐ ആം ഫ്രം തമിഴ്നാടു. ഇനി നമ്മുടെ രാജ്യം തന്നെ വിട്ടുപോവുകയാണ്. രാജ്യം വിട്ട് നമ്മൾ വേറൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ ആ നാട്ടുകാർക്ക് ഇവിടുത്തെ ഇതേപോലെ ജില്ലയും സംസ്ഥാനമൊന്നും പരിചയം ഉണ്ടാവും, പക്ഷെ രാജ്യത്തിൻ്റെ പേര് ഓർമ്മയുണ്ടാവും, അറിയും അവർക്ക്. അപ്പോൾ നമ്മൾ പറയേണ്ടത്, നമ്മൾ ഈ രാജ്യം വിട്ട് വേറൊരു രാജ്യത്ത് ചെന്നാൽ നമ്മൾ പറയും ഐ ആം ഫ്രം ഇന്ത്യ, ഞാൻ ഇന്ത്യക്കാരനാണെന്നാണ്. അതേപോലെ ഒരു അമേരിക്കക്കാരൻ ഇവിടെ വന്നാൽ പറയാം ഐ ആം ഫ്രം അമേരിക്ക. അപ്പോൾ ഈ സന്ദർഭം അനുസരിച്ച് ഈ പ്രയോഗത്തിന് മാറ്റം വരും. ഇപ്പം തന്നെ നോക്ക്, സാബുവിന് വേണമെങ്കിൽ ഐ ആം ഫ്രം ചുണ്ടേൽ, ഐ ആം ഫ്രം വയനാട്, ഐ ആം ഫ്രം കേരള, ഐ ആം ഫ്രം ഇന്ത്യ. ഇത് ഓരോ സന്ദർഭത്തിലും പ്രയോഗിക്കാൻ പറ്റും. അപ്പം 3 കാര്യങ്ങൾ സാബു പറഞ്ഞു. ഐ ആം സാബു, ഐ ആം എ ഡ്രൈവർ, ഐ ആം ഫ്രം ചുണ്ടേൽ. ഇനി മാരീഡ് ഓർ അൺമാരീഡ് 2 പദങ്ങളെ പ്രധാനമായിട്ടും പഠിക്കണം. കല്യാണം കഴിഞ്ഞവർ മാരീഡ് എന്ന് പറയും, കല്യാണം കഴിയാത്തവരാണെങ്കിൽ സിംഗിൾ എന്ന് പറയും. അങ്ങനെ 2 വാക്ക്, മാരീഡ്, സിംഗിൾ. അപ്പം സാബു കല്യാണം കഴിച്ചതായതുകൊണ്ട് സാബു പറയുന്നു ഐ ആം മാരീഡ്, ഇത്രയേ പറയുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പം സാബുവിനെ കുറിച്ച് 4 വാക്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഐ ആം സാബു, ഐ ആം എ ഡ്രൈവർ,
ഐ ആം ഫ്രം ചുണ്ടേൽ, ഐ ആം മാരീഡ്. ഇനി തലശ്ശേരിക്കാരിയായ നസീമയാണെന്ന് വെച്ചോളൂ. നസീമ എന്താ പറയുന്നത് നോക്ക്. ഐ ആം നസീമ, ഐ ആം എ ടീച്ചർ, ഐ ആം ഫ്രം തലശ്ശേരി, ഐ ആം സിംഗിൾ. കല്യാണം കഴിയാത്തതുകൊണ്ട് ഐ ആം സിംഗിൾ. അപ്പോൾ ഇവർ രണ്ട് പേരും പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. ഇനി നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തുക. നിങ്ങളെക്കുറിച്ചൊരു 4 വാക്യങ്ങൾ എഴുതി വയ്ക്കുക. ഇതാരോട് എപ്പോഴും പറയാൻ പറ്റുന്ന രീതി പറയുക മാത്രമല്ല, അത് നിങ്ങൾ എഴുതി വയ്ക്കുക മാത്രമല്ല, അത് നിങ്ങൾ ഒച്ചത്ത് പറഞ്ഞ് പഠിക്കണം. അപ്പോഴേ അത് നിങ്ങളുടെ സ്വന്തമാവുകയുള്ളൂ. ഇപ്പം നിങ്ങളെക്കുറിച്ച് എവിടെ വെച്ചിട്ടും ധൈര്യപൂർവ്വം നിങ്ങൾക്ക് 4 സെൻറ്റൻസ് പറയാം. ഇപ്പോൾ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ്റെ തുടക്കമായി. ഇനി ഇതിൽ ആർക്കൂടി ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത് ജോലിയുടെ പേരെങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നതാണ്. അപ്പം ഞാൻ ഇന്ന് കുറച്ച് സാധാരണ നമ്മുടെ ഇവിടെയുള്ള ജോലിയുടെ പേര് ഞാൻ മലയാളത്തിൽ പറയാം. അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് അടുത്ത എപ്പിസോഡിൽ അതിൻ്റെ ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ടാകും. അതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. നിങ്ങൾ കണ്ടെത്തിയ ഉത്തരങ്ങൾ ശരിയാണോ എന്നറിയാൻ. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. എഴുതി വെച്ചോളൂ. ആശാരി, കൽപ്പണിക്കാരൻ അല്ലെങ്കിൽ കല്ലാശാരി എന്നും പറയും. കൊല്ലൻ, അതറിയാലോ, കൊല്ലപ്പണിയൊക്കെ ചെയ്യുന്ന, ഇരുമ്പിൻ്റെ ഇതുകൊണ്ടൊക്കെ ചെയ്യുന്ന കൊല്ലൻ. സ്വർണ്ണം കൊണ്ടുള്ള പണിയൊക്കെ എടുക്കുന്നവരെ തട്ടാൻ എന്നാണ് പറയുക. അതുപോലെ പുരോഹിതൻ, കന്യാസ്ത്രീ, കപ്പ്യാർ. അപ്പോൾ ഈ പദങ്ങൾക്കൊക്കെ തത്തുല്യമായ ഇംഗ്ലീഷ് പദങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. ഇതിൻ്റെ ഉത്തരം നമ്മുടെ അടുത്ത എപ്പിസോഡിലുണ്ടായിരിക്കും. സോ ഫ്രണ്ട്സ്, thank you very much for watching this video. Goodbye till we meet again.